Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പുസ്തക വായനയുടെ ലഹരിയിൽ മതിമറന്നൊരു 81 വയസ്സുകാരൻ. വായനയെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന കാലടി സ്വദേശി വെളിയത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ തന്റെ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയവും പുസ്തക വായനയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ആയുധം വെച്ച് അടിയുറവ് സമ്മതിച്ച് നിർവീര്യമാക്കപ്പെട്ട ഒരു കൂട്ടം പട്ടാളക്കാരിൽ നിന്ന് ഇതിൽ കവിഞ്ഞ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്നത് യുക്തിഹീനമാണെന്ന്. കാലടി വെളിയത്ത് വീട്ടിൽ രാധാകൃഷ്ണനാണ് തന്റെ 81 വയസ്സിലും നിരന്തരമായി പുസ്തകങ്ങൾ വായിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വായിച്ചു തീർത്തത് 3000-ലേറെ പുസ്തകങ്ങളാണ്. ചെറുപ്പത്തിലെ തന്നെ വായന ഹരമായിരുന്നുവെങ്കിലും ജീവിത പ്രശ്നങ്ങളും ജോലിയും വിലങ്ങുതടിയായി. ഗവൺമെന്റ് കോൺട്രാക്ടറായിരുന്ന രാധാകൃഷ്ണൻ 2013 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് നിരന്തരമായി വായനക്കാരനായത്. പിന്നെ ഇപ്പോൾ വായന അത്ര അങ്ങോട്ട് ശരിയാവണില്ല. കാര്യം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വയസ്സായല്ലോ, 89 വയസ്സായി. മറ്റേതാണെങ്കിൽ ഇപ്പോൾ പഴയ എഴുത്തുകാരുടെ ആണെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ട് പോകാൻ തോന്നും. ഞാൻ കണ്ടോ ഈ NN പിള്ളയുടെ തന്നെ 80 വായിച്ചതാണ്, വീണ്ടും എടുത്ത് വായിക്കണം. പുതിയ ബുക്കുകൾ വരെ വായിക്കാറേ ഇല്ല. ശരിയാവില്ല. എന്തായിരുന്നാലും വായനാശീലം നല്ലത് തന്നെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒന്ന് അതാണ്. അവർക്കിപ്പോൾ ഈ മൊബൈലും പുതിയ ആധുനിക സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലടി SNDP ലൈബ്രറിയിൽ നിന്നും പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നും ഗ്രന്ഥശാല പ്രവർത്തകരായ കാലടി S മുരളീധരനും രാധാ മുരളീധരനുമാണ് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഇടയ്ക്ക് പ്രിയ സുഹൃത്തായ TRV നമ്പൂതിരിപ്പാടും പുസ്തകങ്ങൾ എത്തിച്ചു നൽകും. ആഴ്ചയിൽ കുറഞ്ഞത് 10 പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുക എന്നതാണ് ലക്ഷ്യം. വായനാശീലം വളർത്തിയെടുക്കുക നല്ലതാണ്. ഈ മുരളി ഒക്കെ ചെയ്യുന്ന SNDP ബുദ്ധസംഗമം, അപ്പോൾ അവർ ചെയ്യുന്ന സേവനം വളരെ മഹത്തരമാണ്. എക്സ്പെഷ്യലി മുരളി, അവരുടെ കുടുംബം എല്ലാം ഇതിനു വേണ്ടി ശ്രമിച്ച് നടക്കുന്നതാണ്. അങ്ങനെ വായന കൊണ്ട് നടക്കണം. വായന നല്ലത് തന്നെ. വായിക്കുന്നത് ഒരു ശീലമാക്കേണ്ടതാണ്. പലരും അത് ചെയ്യുന്നില്ല. വായനശീലം നല്ലത് തന്നെ. ആഹ്വാൻ സ്വാമിയൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട് വായിക്കാൻ വേണ്ടിയുള്ള പ്രചോദനം തന്നതിലുള്ള ആൾക്കാരിലൊരാളാണ് അദ്ദേഹവും. വായിച്ചാലേ അറിവ് കിട്ടുള്ളൂ. അറിവ് കിട്ടാൻ വേണ്ടി എൻ്റെയൊക്കെ അറിവ് നിസ്സാരമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ വായനശീലത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ വായനശീലം കുറഞ്ഞു വരുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളില്ലാത്തത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വായനശീലം ഇല്ല. നല്ല ബുക്ക് വായിക്കുക, അത്രയേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, പലരുടെയും വായിക്കാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ബുക്കുകളാണ് പുതിയ എഴുത്തുകാരുടെ. അത് ഇന്നത്തെ തലമുറയ്ക്ക് ദൂഷ്യം ചെയ്യാറുള്ളൂ, ഗുണം ചെയ്യാറില്ല. അപ്പോൾ നല്ലത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ മാതിരി പഴയത് തന്നെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവം അതാണ്. ഒരു സർജറിയെ തുടർന്ന് വിശ്രമത്തിലാണെങ്കിലും രാധാകൃഷ്ണൻ വായന മുടക്കാറില്ല. ജീവിത സായാഹ്നത്തിൽ പരമാവധി പുസ്തകങ്ങൾ വായിച്ചു തീർക്കുക എന്നതാണ് ലക്ഷ്യമെന്നും രാധാകൃഷ്ണൻ പറയുന്നു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.